നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരുപാട് അപദാനങ്ങളും അവിടുത്തെ പോരിശകളും നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതും പാടുന്നതും നമ്മുടെ ഒരു മുസ്ലിം ജീവിതത്തിൻ്റെ തന്നെ ഒരു പ്രധാന ഭാഗം അതാണല്ലോ. പലപ്പോഴും അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനം ഉണ്ടാവുന്നതിന് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഒന്നും അത്ര കൂടുതൽ പഠിക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. പക്ഷേ അപ്പോഴും അവരിങ്ങനെ പാടുന്ന ഒരുപാട് വചനങ്ങളും ഈരടികളും ഉണ്ട്. അത് അവരുടെ ജീവിത ഭാഗമാണ്. അവരത് എപ്പോഴും ഊണലും ഉറക്കിലും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പാടി നടക്കുകയും, നമ്മളിപ്പോൾ ഒരു കുട്ടിയെ താരാട്ടം തുടങ്ങിയാൽ പാട്ട് അങ്ങനെ ഇന്ന ബൈത്തൻ അന്തസാക്കിനുവാണ് വരിക, അല്ലെങ്കിൽ അതിന് സമാനമായ സ്വലാത്തുല്ലാ സലാമുള്ളയാണ് വരിക. നമ്മളെ കൊച്ചു മക്കളും അതാ പാടുക. അവർക്കത് അർത്ഥമൊന്നും അറിഞ്ഞിട്ടല്ല. അങ്ങനെ അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഇത്തരം വരികളൊക്കെ. പക്ഷെ അതിൻ്റെയൊക്കെ അർത്ഥവും ആഴവും അറിയുമ്പോൾ അതിലേക്ക് കൂടുതൽ നമുക്ക് വല്ലാത്തൊരു സാമീപ്യവും അതിനോട് വല്ലാത്തൊരു നമ്മുടെ ഒരു മാനസികമായ ഒരു അടുപ്പൊക്കെ വരുമല്ലോ. അപ്പോൾ അത്തരത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പല വരികളിലും, അത് ബുർദയിൽ നമ്മളെല്ലാവരും പൊതുവേ ചൊല്ലുന്ന യാ അക്രമൽ ഖൽഖി എന്ന ഭാഗമാണല്ലോ എല്ലാവരും ചൊല്ലുന്നത്. അവിടെയൊക്കെ മുത്തുനബിയെക്കുറിച്ച് ഈ നബിതങ്ങളുടെ ഒരു വലിയ വിശേഷണമായിട്ട് പറയുന്നതെന്ന് തോന്നി ഈ കരീം എന്ന അത് ഉമർ ഖാദി റളിയല്ലാഹുവിൻ്റെ ബെയ്ത്തിലും അങ്ങനെ ഉണ്ടല്ലോ. യാ അക്രമൽ ഖുറമ അലാ ഉത്താബിക്കും ഉമറുൽ ഫഖീറുൽ മുർത്തജീബി ജനാബിക്കും. അങ്ങനെ എല്ലായിടത്തും മുത്തുനബിയെക്കുറിച്ച് ഈ കരീമൻ എന്നൊരു സ്വഭാവത്തെ വല്ലാതെ വിശേഷിപ്പിച്ച് പറയുന്നത് ഇങ്ങനെ കാണുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ആലോചനാ തലവും അർത്ഥവ്യാപ്തിയും? ആ പറയുന്ന സ്ഥലങ്ങളിൽ എല്ലായിടത്തും തൊട്ട് ശേഷം നബിയെ എനിക്കാരുമില്ല എന്നൊരു വർത്താനം കൂടി ഉണ്ടാവും. അതിലൊക്കെ ഉണ്ടാവും. മാലി മൻ അലൂദു ബിഹി എന്ന് പറഞ്ഞിട്ട് ഉമറുൽ ഖാദി തങ്ങൾ ഈ പറയുന്നിടത്ത് ഉമറുൽ ഫക്കീറായ ഉമറാണ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല എന്നുള്ളത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പ്രയോഗം വരുന്നത്. എന്ന് പറഞ്ഞാൽ തങ്ങൾ നമ്മളെ പരിഗണിക്കണം എന്നാണ് പറയണത്. തങ്ങളുടെ പൊതുവിലുള്ളൊരു പ്രത്യേകത എല്ലാവരെയും പരിഗണിക്കും എന്നുള്ളതാണ്. ഇപ്പം ഈ മാന്യത എന്ന് പറഞ്ഞാൽ അതൊരു സമ്പത്തില്ലാത്തവർക്ക് സമ്പത്ത് കൊടുക്കൽ മാത്രമല്ലല്ലോ. തങ്ങളെ കൊണ്ട് ജീവിതത്തിൽ ഒരു മനുഷ്യനും ബുദ്ധിമുട്ടിയിട്ടില്ലല്ലോ. 63 കൊല്ലത്തിൻ്റെ ഇടയിൽ ഭാര്യനെ നുള്ളിയ, ചവിട്ടിയ, കുത്തിയ, ഗ്രഹപീഡനത്തിൻ്റെ ഒരു കഥയില്ലല്ലോ. ഓറിയൻ്റലിസ്റ്റുകാർ ലെൻസ് ഇട്ടിട്ട് പരതാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു തരി അവിടുത്തെ ജീവിതത്തിൽ കിട്ടാൻ. സ്ത്രീ വിരുദ്ധം എന്ന് പറയും. പക്ഷേ ഒരു സ്ത്രീയിൽ നിന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടുന്നില്ലല്ലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാമെന്ന് ഓപ്പണായിട്ടല്ലേ തങ്ങൾ പറയണത്. ഒരാൾക്ക് 7 മക്കളുണ്ട്, പെൺകുട്ടികളും ആൺകുട്ടികളടക്കം. ഒരാൾക്കും ഉപ്പാനെക്കുറിച്ച് പരാതിയില്ലല്ലോ, പേരക്കുട്ടികൾക്കില്ലല്ലോ. പകൽ മാന്യനാവാനും വീട്ടിൻ്റെ പുറത്ത് ഭയങ്കര മാന്യമായി പ്രസംഗിക്കാനും പാടി നടക്കാനൊക്കെ എളുപ്പമാണ്. വീട്ടിൻ്റെ ഉള്ളിൽ വളരെ പ്രധാനമല്ലേ ആ ചിത്രം. തങ്ങളുടെ മാന്യത എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മാന്യതയാണ്. തങ്ങളുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ കാണാൻ വേണ്ടി വന്നാൽ തങ്ങൾ അവരെ കാണുമ്പോൾ എഴുന്നേറ്റിക്കും. ഇങ്ങോട്ട് വന്ന ആൾ ഒരാൾ വന്നാൽ തങ്ങൾ അവരെ കാണുമ്പോൾ എഴുന്നേറ്റിക്കും. തങ്ങൾ ഇരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ നിൽക്കുന്നതായിട്ട് തോന്നിയാൽ തങ്ങൾ അവിടെ ഇരുത്തും. ഇരിക്കാതെ തങ്ങൾ വർത്തമാനം തുടരൂല എന്ന് പറഞ്ഞാൽ തുടരൂല. അവളവിടെ ഇരിക്കാൻ നിർബന്ധിക്കും. തങ്ങൾ ഇരിക്കാൻ പറഞ്ഞ ആൾക്ക് ഇരിപ്പിടമൊന്നും ഇല്ലെങ്കിൽ തങ്ങളുടെ ശരീരത്തിലുള്ള മേൽത്തട്ടൊക്കെ എടുത്തിട്ട് വിരിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ജാടാ പരിപാടിയൊന്നും തങ്ങൾക്കില്ല. അങ്ങനെ വിരിച്ചു കൊടുത്തപ്പോൾ ഒരു സ്വഹാബി ഇത് എനിക്ക് ഇരിക്കാൻ പറ്റുമോ നബി എന്നിട്ട് കെട്ടിപ്പിടിച്ച് നെഞ്ചിനോട് ചേർത്ത് കരഞ്ഞത്ര. എന്താ നബി, ഞാനെന്താ ചെയ്യേണ്ടത് നബി? സാധാരണ നമ്മളാ ഓഫീസിൽ ചെല്ലുമ്പോൾ, ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ ബഹുമാനിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വിഷമാണല്ലോ. കുട്ടികൾ എണീറ്റില്ലെങ്കിൽ അധ്യാപകന് അതല്ലേ. തങ്ങൾ എത്രയോ വയസ്സ് കുറവുള്ള ഭാര്യയായ ആയിഷ ബീവിനെ കാണുമ്പോൾ എണീറ്റിക്കൂന്ന് മാത്രമല്ല, അങ്ങോട്ട് പോയിട്ട് കൈ പിടിച്ച് മുത്തും അത്രേ. എന്തൊരു സ്വഭാവം. പ്രായത്തിലും കുറവാണ്, ഭാര്യയാണ്. അതെ. മാത്രമല്ല തങ്ങൾ ഈ കരീം എന്ന് പറയുന്നത് എങ്ങനെ വിശദീകരിക്കാൻ നമുക്ക് മനസ്സിലാവില്ല. എല്ലാ പാർട്ടിലും കരീമാണ് തങ്ങൾ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഖന്തക്കിൻ്റെ കിടങ്ങ് കുഴിക്കുന്ന സന്ദർഭത്തിൽ സ്വഹാബത്തിന് നല്ല വിശപ്പുണ്ട്, തങ്ങൾക്ക് അതിലേറെ വിശപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ തങ്ങൾ 2 കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടല്ലോ. ഇത് കണ്ട സ്വഹാബി വീട്ടിൽ പോയിട്ട് ഭാര്യനോട് ചോദിക്കുന്നുണ്ട് എന്തേലും തിന്നാൻ കിട്ടുമോ.
ഒരാടിനർത്ത് എന്തെങ്കിലും കുറച്ച് പത്തിരിയാറ്റാക്കുക, 1-2 ആളെ വിളിക്കാമെന്ന് പറഞ്ഞ് തങ്ങളുടെ ചെവിയിൽ പോയിട്ട് ഇത് പറഞ്ഞപ്പോൾ തങ്ങൾക്ക് വേണമെങ്കിൽ മെല്ലെ ബേക്കിൽ പോയിട്ട് ഫുഡ് കഴിക്കാമല്ലോ. 4 ആളെയും കൂട്ടി പോവാം. അപ്പോൾ എല്ലാവരോടും പണി നിർത്താൻ പറഞ്ഞു. ജാബർ ഫുഡ് റെഡിയാക്കിയിട്ടുണ്ട്, വരീൻ. ജാബി ആ ചട്ടി താഴെ ഇറക്കണ്ട, മൊയ്ജിദത്ത് വരാനുണ്ടെന്നാണ് പറഞ്ഞത്. ഈ നേതാവിനെ കരീമെന്നല്ലാണ്ട് പിന്നെ എന്താ വിളിക്കണം? എന്തൊരു മാന്യതയാണ്, എന്തൊരു മാന്യത. ബദറിൻ്റെ തലേന്ന് സ്വഹാബത്തിനോടൊക്കെ തങ്ങൾ ഉറങ്ങിക്കോന്നാണ് പറയണത്. നിങ്ങൾ ഉറങ്ങിക്കോളി എന്നാണ് പറയണത്. തങ്ങൾ എന്നിട്ട് ടെൻറ്റിൽ പോയിട്ട് സുജൂദാണ്, മണിക്കൂറുകൾ നീണ്ട. ഉറങ്ങുന്നില്ലല്ലോ തങ്ങൾ. ആ നുബൂവത്തിൻ്റെ നെറ്റിത്തടം സുജൂദിൽ വെച്ചിട്ട് അള്ളാഹിനോട് പറയാണ്, കരയാണ്, കൈ ഉയർത്തിയിട്ട് ദ്വാരക്കാണ്. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ സംഘത്തെ തുഹലിക്ക ഹദിഹിലെ സ്വാബ വല തൊഴബത്ത് ഫില്ലർല്, ഈ ചെറുസംഘത്തെ നീങ്ങാനും തോൽപ്പിക്കുകയാണെങ്കിൽ ഇവിടെ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ആരാ ഉള്ളത്? അങ്ങനെ നെറ്റിത്തടം സുജൂദിൽ വെച്ച്, നെറ്റിത്തടം പിന്നെ നിലത്ത് വെച്ചും കൈ ആകാശലോകത്തേക്ക് ഉയർത്തിയും നിരന്തരം ദുആ. ആ രാത്രി നടത്തിയ സമരത്തിൻ്റെ പേരാ ശരിക്കും ബദർ. ആ ഒറിജിനൽ ബദറിൻ്റെ ഫോട്ടോസ്റ്റാറ്റാ പിറ്റേന്ന് നടക്കുന്നത്. ഈ നേതാവിനെ എങ്ങനെ അനുയായികൾ മറക്കാം? മറക്കൂലല്ലേ. ഞാനിപ്പോൾ ഇന്ന് ഈ IPB ഇറക്കിയ നൂറുൽ ഉലമ MA ഉസ്താദ് എന്ന പുസ്തകമുണ്ട്. നേരത്തെ നമ്മൾ വായനയിലൊക്കെ വന്നൊരു പുസ്തകമാണ്. ഇന്നിങ്ങനെ അത് കണ്ടപ്പോൾ സ്റ്റുഡൻറ്റ് സെൻറ്ററിൽ ഇങ്ങനെ ടേബിളിൽ കണ്ടപ്പോൾ വായിച്ചതാണ്. അപ്പോൾ അതിൽ ഇതിന് സമാനമായ ഇതിൻ്റെയൊക്കെ ഒരു പതിപ്പായിരിക്കുമല്ലോ നമ്മുടെ ഉലമാക്കൾ പ്രയോഗിച്ചിട്ടുണ്ടാകുക. MA ഉസ്താദിനെ കുറിച്ച് കാസർഗോഡ് എന്നുള്ള ഒരു തങ്ങളുടെ അനുഭവം പറയുന്നുണ്ട്. തങ്ങൾ അവരുടെ കൂടെ ഹജ്ജിന് പോയത്. അപ്പോൾ ഹജ്ജിന് പോയപ്പോൾ രാത്രി വളരെ വൈകിയാണ് റൂമിലെത്തിയത്. അപ്പോൾ വളരെ വൈകി റൂമിലെത്തിയപ്പോൾ ഉസ്താദ് MA ഉസ്താദ് എന്നോട് തങ്ങൾ പറഞ്ഞോളൂ, ഉറങ്ങല്ലേ ഉസ്താദെ, സമയം വളരെ കുറച്ച്, നമുക്ക് പുലർച്ചെ പോകണം. അപ്പോൾ ഉസ്താദ് വേഗം ഈ ഇതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോയി. ഒരു കിടക്കാനുള്ള ഒരു വിരിപ്പും ഒരു തലയണയൊക്കെ എടുത്തിട്ട് പുറത്ത് വരാന്തയിൽ ഒരു സോഫ ഇട്ടിട്ട് ആ സോഫയിലേക്ക് പോയി തങ്ങൾ റൂം അടിച്ച് കിടന്നുള്ളതാണ്. തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറ്റില്ല ഉസ്താദ് ഇവിടെ കിടക്കി, ഞാൻ ഉസ്താദ് ഉറങ്ങാൻ വേണ്ടി പറഞ്ഞാണ്. ഉസ്താദ് പുറത്ത് ഞാനിങ്ങനെ അകത്തേക്ക് അല്ല എനിക്ക് കുറച്ച് ഹദ്ദ അതൊക്കെ ചെല്ലാണ്ട്, തങ്ങൾ ഉറങ്ങിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ തങ്ങൾ പറയാണ്, ഞാനിനി എന്ത് ചെയ്യണമെന്നായി, പിന്നെ ഒരു രക്ഷയില്ല എന്നുണ്ടപ്പോൾ ഞാൻ ഉടർന്ന പാടെ ഞാൻ ഉറങ്ങിയും പോയി. അപ്പോൾ ഒന്ന് തങ്ങൾ പറയുന്നത് ഉസ്താദ് പുറത്തേക്ക് പോയി, എൻ്റെ ഉറക്ക് ബുദ്ധിമുട്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഞാനങ്ങനെ പുലർച്ചെ ഞെട്ടി ഉണർന്നത് ഒരു കരച്ചിൽ കേട്ടിട്ടാണ്, ഭയങ്കര കരച്ചിൽ. അപ്പോൾ നോക്കുമ്പോൾ MA ഉസ്താദ് സുജൂദിൽ കിടന്ന് കരയാണ്, ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞ് ഞാൻ സുബഹിയൊക്കെ നിസ്കരിച്ച് നമ്മൾ പോയി. ഞാൻ ഉറപ്പിച്ച് ചോദിക്കണം, എന്ത് കരച്ചിൽ, എന്തിനാ ഇപ്പോൾ കരയുന്നത്? അങ്ങനെ ഞാൻ എയർപോർട്ടിലെത്തിയപ്പോൾ ചോദിച്ചു, അല്ല ഉസ്താദ് എന്തിനാ നിങ്ങളിങ്ങനെ കരഞ്ഞ്? മുമ്പ് ഒരു ദിവസം ഞാൻ കണ്ടല്ലോ ഇങ്ങനെ സുബഹിക്ക് ഇങ്ങനെ കിടന്ന് കരയുന്നത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അത് എൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ടല്ല, മറിച്ച് ഈ നമ്മുടെ സ്ഥാപനങ്ങളെയും സംഘടനയൊക്കെ സഹായിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, ഓൾക്ക് വേണ്ടിയാണ് ഞാൻ അള്ളാഹിനോട് പറഞ്ഞ് ഇങ്ങനെ കരയുന്നത്. ഇപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു റിസംബ്ലൻസ് തോന്നിയ ഒരു വല്ലാത്തൊരു ഒരേ പകർത്തിയ ജീവിതത്തെ ഇങ്ങനെ തോന്നിയത്. നമ്മളും ഒരു കരീമാവണം. ഈ അക്രമൽ ഹൽക്ക് എന്ന് പറയണത് ശരിക്ക് പിന്നെ ബുർദൻ്റെ വ്യാഖ്യാനങ്ങളിലുണ്ടല്ലോ. ഈ ബുർദ അമിൻതദക്കുരുജിയിൽ തുടങ്ങി പിന്നെ തങ്ങളെ പറഞ്ഞ് തങ്ങളെ മുന്നിലെത്തിയ പോലെയാണ് യാക്ക. എന്തൊരു മാന്യനായ നേതാവാണ് ആ ഒരു ചരിത്രമൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ആ വിളി അല്ലേ? അതെ. ശരിക്ക് തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന സമയത്ത് ആ തഹല്ലുക്ക് നമുക്കുണ്ടാവണം. നമ്മൾ പച്ചയായ ജീവിതം. ഞാൻ ഈയിടെ മർക്കസിലെത്തിയിട്ട് ജസ്റ്റ് ഒരു സ്ഥലം വരെ പോകണം. അപ്പോൾ കട്ടിപ്പാറ ഉസ്താദിൻ്റെ ഒരു 7-8 കൊല്ലം ഹാദ്യമായിട്ടുണ്ടായിരുന്ന ഡ്രൈവറാണ് പിന്നെ വണ്ടി എടുത്ത് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കട്ടിപ്പാറ ഉസ്താദിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? രസമാണല്ലോ ഉസ്താദ്മാരെ, നമ്മുടെ ഉലമായിനെ കേൾക്കാൻ ഭയങ്കര രസമാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കുന്നതിനേക്കാൾ വിവരവും നമുക്ക് തിരിച്ചറിവും ബോധ്യമൊക്കെ ഉണ്ടാവുമല്ലോ. അദ്ദേഹം പിന്നെ ആകെ ഒറ്റൊരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, യാത്രയിൽ നാരങ്ങ പൊളിച്ചിട്ട്, നമ്മുടെ മധുര നാരങ്ങയില്ല, ഓറഞ്ച് പൊളിച്ചിട്ട് അതിൻ്റെ നാരും എല്ലാം എടുത്ത് കളഞ്ഞിട്ട് എനിക്ക് തരുന്നു. നാരങ്ങ അങ്ങോട്ട് തന്ന ഈ ഡ്രൈവർ ആകെ ലോക്കായി പോവല്ലോ. തൊലി മാത്രം കളയുമെന്നല്ല, അതിൻ്റെ എല്ലാം കളഞ്ഞിട്ട് എനിക്ക് തരുന്നു. അതായിരുന്നു പാകത്തിലാക്കിയത്. ഈ അക്രമൽ ഹൽക്ക് എന്ന് പാടുമ്പോഴേ
ആ സ്വഭാവത്തെ അവരെങ്ങനെ. കട്ടിപ്പാറ ഉസ്താദിനെ കുറിച്ച് ഞങ്ങളുടെ നാട്ടിൽ പലരും പറയും, പുനരങ്ങാടിയിലൊക്കെ കട്ടിപ്പാറ ഉസ്താദ് വൈകിട്ട് സാധനമൊക്കെ വാങ്ങാൻ അങ്ങനെ വരും. ചിലപ്പോൾ വണ്ടിയും ഡ്രൈവറൊക്കെ വന്നിട്ടുണ്ടാവും, അവർ അവിടെ എവിടെയോ ഇറക്കി ഉസ്താദ് ഇങ്ങനെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ പോകുന്ന വഴിക്ക് ഓരോരുത്തരെയും കണ്ട് സലാം പറഞ്ഞ് വിശേഷമൊക്കെ ചോദിച്ച് അങ്ങനൊരു നാടൻ, എല്ലാവർക്കും ആ ഒരു ഓർമ്മയാണ്. മരണത്തിന് ശേഷമൊക്കെ പലരും അങ്ങനെ ഒരു ഗദ്ഗതത്തോടെ അതിങ്ങനെ പറഞ്ഞ് ഓർക്കുന്നുണ്ട് അങ്ങാടിയിൽ ഉസ്താദ് കാണുന്നത്. അത് യാതൊരു തുല്ല ഉപ്പാനെയും ഉമ്മാനെയും കുറിച്ചൊക്കെ ചോദിച്ച് അങ്ങനെ സാവധാനത്തിലൊരു തിരക്കുമില്ല ഉസ്താദ് അങ്ങനെ നടന്നു പോകുന്നു ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മക്കം ഫത്തഹിൻ്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് ഒരു ജയിച്ച രാജാവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരാളിങ്ങനെ പേടിച്ച് വിറക്കുമ്പോഴേ തങ്ങൾ പറഞ്ഞല്ലോ, ഹവ്വിൻ അലൈക്ക്, എന്തിനാ എന്നെ കാണുമ്പോൾ വിറക്കുകയും പേടിക്കുകയൊക്കെ ചെയ്യുന്നത്, അടങ്ങും മോനെ, വൈന്നമ അന ഇബ്നുംറഅത്തിൻ തഅകുലുൽ ഖദീദ്, ഒരു ഉണക്ക റൊട്ടിയൊക്കെ തിന്നുന്ന ആമിന ബീവിൻ്റെ മോനല്ലേ ഞാൻ. ആ സമയത്ത് അയാളെ മനസ്സ് തണുക്കാൻ ഒറ്റ സംസാരം മതിയാവും. അതെ 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 അതെ, ഉണക്ക റൊട്ടി എന്നൊക്കെയാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉമറുൽ ഖാദി തങ്ങളുടെ വഴിയെ, ഉമറുൽ ഖാദി തങ്ങൾ റൗള ഷെരീഫിൽ പോയിട്ട് പാടിയൊരു പാട്ട് കൂടിയാണ്, യാ അക്രമൽ ഖുറമ അല ആതാബിക്കും ഉമറുൽ ഫഖീറുൽ മുർത്തജി ലി ജനാബിക്കും യർജുൽ അത്താ, തങ്ങൾ എനിക്ക് തരണ നബിയെ, തങ്ങൾ മാന്യ. കാരണം തങ്ങളെക്കുറിച്ച് സ്വഹാബത്ത് പറയണത് ചോദിച്ചാൽ ലാ എന്ന് പറയില്ലല്ലോ, ഇല്ല എന്ന് പറയുന്ന പരിപാടി തങ്ങൾക്കില്ല. തങ്ങൾ ആകെ ലാ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമായിരിക്കും. ഈ ഉറുദുവിൽ റസാഖാൻ പറയലി തങ്ങളുടെ ഒരു പാട്ട് അവരൊക്കെ ഇങ്ങനെ എപ്പോഴും നമ്മൾ പഠനകാലത്തൊക്കെ ഈ ഉറുദു സ്റ്റുഡൻസ് കൂടെ ഉള്ളപ്പോൾ അവരിങ്ങനെ പാടും, നെഹി സുൻതാഹി നെഹി, നബി ഒരിക്കലും നെഹി എന്ന് പറഞ്ഞിട്ടില്ല, ഇല്ല എന്നൊരു കാര്യത്തിന് തരൂല, പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് ഇങ്ങനെ പാടുന്ന നേരെ ഹദീസിൻ്റെ ഒരു ആശയം കൂടിയാണല്ലേ. ഇൻ വജദ ജാത വൈല്ല വാഴത, ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ മറ്റൊന്നാൾ ഒന്ന് വരാനുണ്ട് തരാമെന്ന് പറയും, ഇല്ലെങ്കിൽ തരൂല എന്നല്ല അല്ലേ. ഇൻ വജദ ജാത വൈല്ല വാഴത, പിന്നെ തരാം, അതിനൊരു വഴി പറയും. അതെ അതെ അതെ, വല്ലാത്തൊരു മാന്യതയാണ്. ആ മാന്യതയാണ് യഥാർത്ഥത്തിൽ ഈ പദം കൊണ്ട് സൂചിപ്പിക്കുന്നത് അല്ലേ. നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ സംസ്കാരത്തിലും ഒക്കെ വരേണ്ടത് കൂടിയായ ഒരു സ്വഭാവത്തെ ആയിരിക്കും.